നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് തടഞ്ഞതിനെതിരെ ദേശീയപാത അതോറിറ്റി നൽകിയ അപ്പീൽ സുപ്രീം കോടതി തള്ളി. കുഴികളിലൂടെ സഞ്ചരിക്കാൻ പൗരന്മാർ കൂടുതൽ തുക നൽകേണ്ടതില്ലെന്ന് കോടതി. സുപ്രീം കോടതി വിധി ജനങ്ങളോടൊപ്പമുള്ള വിധിയെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. പാലിയേക്കര ടോൾ പ്ലാസ കേസിൽ സംസ്ഥാന സർക്കാരിന്റേത് വഞ്ചനാപരമായ നിലപാടാണെന്ന് ഹർജിക്കാരൻ അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്. വിവാദങ്ങളെ തുടർന്ന് അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ നിന്ന് DYFI നേതാവ് ഷിജു ഖാൻ പങ്കെടുക്കുന്ന ചർച്ചാ സെഷൻ റദ്ദാക്കി. സാഹിത്യോത്സവത്തിൽ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ താൽപര്യമില്ലാത്തതുകൊണ്ടാണ് ചർച്ച റദ്ദാക്കിയതെന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ. പീഡനക്കേസിൽ റാപ്പർ വേടന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതി നടപടി. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്ന് ഹൈക്കോടതി. വിയ്യൂർ ജയിലിൽ തടവുകാർ ഏറ്റുമുട്ടി. ആലുവയിൽ 5 വയസ്സുകാരിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അസ്ഫാഖ് ആലത്തിന് മർദ്ദനമേറ്റു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടിയ ഭാഗം കണ്ടെത്താനുള്ള പ്രവൃത്തികൾ ഒരാഴ്ചത്തേക്ക് ശേഷം പുനരാരംഭിച്ചു. 1 മീറ്ററിലധികം താഴ്ചയിൽ കുഴിയെടുത്ത് പരിശോധന നടത്തിയെങ്കിലും പൊട്ടിയ ഭാഗം കണ്ടെത്താനായില്ല. ചൊക്കന എസ്റ്റേറ്റിൽ കാട്ടാന ശല്യം രൂക്ഷം. ഹാരിസൺ എസ്റ്റേറ്റ് മാനേജറുടെ ബംഗ്ലാവിന് നേരെ കാട്ടാന ആക്രമണം. പാലപ്പള്ളിയിൽ സ്കൂൾ വാഹനങ്ങൾ തടഞ്ഞ് കാട്ടാനക്കൂട്ടം. ഞാൻ ബൈജു ദേവസി. വാർത്തകൾ വിശദമായി. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് തടഞ്ഞതിനെതിരെ ദേശീയപാത അതോറിറ്റി നൽകിയ അപ്പീൽ സുപ്രീം കോടതി തള്ളി. കുഴികളിലൂടെ സഞ്ചരിക്കാൻ പൗരന്മാർ കൂടുതൽ തുക നൽകേണ്ടതില്ലെന്ന് കോടതി പറഞ്ഞു. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ഇടപെടില്ലെന്നും പൗരന്മാരുടെ ദുരവസ്ഥയിൽ ആശങ്കയുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഗതാഗതം സുഗമമാക്കാൻ ഹൈക്കോടതി നിരീക്ഷണം തുടരണമെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. അതേസമയം സുപ്രീം കോടതി വിധി ചരിത്രവിധിയാണെന്നും ജനങ്ങളോടൊപ്പമുള്ള വിധിയാണെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. പാലിയേക്കര ടോൾ പ്ലാസ കേസിൽ സംസ്ഥാന സർക്കാരിന്റേത് വഞ്ചനാപരമായ നിലപാടാണെന്ന് ഹർജിക്കാരൻ അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ആരോപിച്ചു. തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലിയേക്കരയിൽ 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് നിർത്തിവെക്കാൻ കേരള ഹൈക്കോടതി ഉത്തരവിട്ട സാഹചര്യത്തിൽ കരാർ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുമെന്ന് വ്യക്തമായിരുന്നു. എന്നിട്ടും സംസ്ഥാന സർക്കാർ തടസ്സ ഹർജി കൊടുക്കാൻ തയ്യാറാകാത്തത് കരാർ കമ്പനിയുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് കാരണമാണ്. സുപ്രീം കോടതിയിൽ താൻ കൊടുത്ത തടസ്സ ഹർജി മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് ഷാജി കോടങ്കണ്ടത്ത് പറഞ്ഞു. മണ്ണുത്തി മുതൽ ഇടപ്പള്ളി വരെയുള്ള ഗതാഗത കുരുക്കിനെക്കുറിച്ചും സർവീസ് റോഡുകൾ തകർന്നതിനെക്കുറിച്ചും ആധികാരികമായി സുപ്രീം കോടതിയിൽ ബോധിപ്പിക്കാൻ ബാധ്യസ്ഥരായ സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലർമാർ ഹാജരായില്ല. ഇത് കരാർ കമ്പനിയെ സഹായിക്കുന്നതിനാണ്. സുപ്രീം കോടതി ജഡ്ജിമാരടക്കം പാലിയേക്കര റോഡിലൂടെയുള്ള യാത്രയ്ക്കിടെ വ്യക്തിപരമായി ഉണ്ടായ ദുരവസ്ഥ കോടതിയിൽ അവതരിപ്പിച്ചിട്ട് പോലും സംസ്ഥാന സർക്കാരിന് വേണ്ടി അഭിഭാഷകൻ ഹാജരാകാതിരുന്നത് ഗുരുതര വീഴ്ചയാണ്. സംസ്ഥാന സർക്കാരും കരാർ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമാണ് ഈ നടപടിയെന്നും ഷാജി കോടങ്കണ്ടത്ത് കുറ്റപ്പെടുത്തി. TCV ന്യൂസ്, തൃശൂർ. വിമർശനങ്ങൾക്ക് പിന്നാലെ ഷിജു ഖാൻ അധ്യക്ഷത വഹിക്കുന്ന സെഷൻ ഒഴിവാക്കിയത് സ്ഥിരീകരിച്ച് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K. സച്ചിദാനന്ദൻ. സാഹിത്യോത്സവത്തിൽ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ താൽപര്യമില്ലാത്തതുകൊണ്ട് ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണെന്ന് സച്ചിദാനന്ദൻ പറഞ്ഞു. പലതരത്തിലുള്ള എതിർപ്പുകൾ വാട്സ്ആപ്പ് മുഖേന സന്ദേശങ്ങളായി ലഭിച്ചിരുന്നുവെന്നും സച്ചിദാനന്ദൻ വ്യക്തമാക്കി. ബുധനാഴ്ച വൈകിട്ട് 3 നിശ്ചയിച്ചിരുന്ന കുട്ടികളും പൗരരാണ് എന്ന ചർച്ചയാണ് ഒഴിവാക്കിയത്. സംഭവം ചർച്ചയായതോടെ ഷിജു ഖാനെ പിന്തുണച്ച് DYFI സംസ്ഥാന സമിതി രംഗത്തെത്തിയിരുന്നു. ഫെസ്റ്റിവൽ വേദിയിൽ ഒരു കോളിളക്കം ഉണ്ടാകാതിരിക്കാനാണ് സെഷൻ ഒഴിവാക്കിയത് എന്നും അക്കാദമി പ്രസിഡന്റ് വ്യക്തമാക്കി. ഇതൊരു വലിയ ചർച്ചയാവുകയും അതിനുശേഷം ഇവിടെ ഞങ്ങളുടെ ആകെയുള്ള ആഗ്രഹം ഇത് പീസ്ഫുള്ളായിട്ട് നടക്കണം എന്നുള്ളതാണ്. ചർച്ചകളും പ്രഭാഷണങ്ങളും പരിപാടികളും ഒക്കെ ശാന്തമായിട്ട് നടക്കണം. വേറെ ആരെങ്കിലും വന്ന് ബഹളം ഉണ്ടാക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാക്കരുതെന്നുള്ള നിർബന്ധമുണ്ട്. അതുകൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങളെപ്പറ്റി ഒന്നും ഞങ്ങൾ പഠിക്കുകയോ കാരണം ഞങ്ങൾക്ക് കോടതിയുടെ അധികാരങ്ങളോ അന്വേഷണത്തിനായി ഒരു കമ്മിറ്റിയൊന്നുമില്ല ഇത്തരം പേഴ്സണൽ കേസുകൾ. അപ്പോൾ ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും ഫൈനലായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനൊരു ഒരു ശബ്ദം ഉണ്ടാകാവുന്ന ഒരു സന്ദർഭത്തിൽ, എതിർ ശബ്ദങ്ങളുണ്ടാകാവുന്ന ഒരു സന്ദർഭത്തിൽ ഇവിടുത്തെ ശാന്തിക്കും ഇതിൻ്റെ നല്ല നടത്തിപ്പിനും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ദത്ത് വിവാദം ഉണ്ടായ സമയത്ത് ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു DYFI നേതാവ് ഷിജു ഖാൻ.
സാഹിത്യോത്സവത്തിൽ നിന്ന് ഷിജുവിനെ മാറ്റി നിർത്തണമെന്ന ആവശ്യവുമായി കുഞ്ഞിന്റെ അമ്മ അനുപമയും സഹ പാനലിസ്റ്റായ കുക്കു ദേവകിയുമാണ് സമൂഹമാധ്യമങ്ങളിൽ എതിർപ്പുമായി എത്തിയത്. തന്റെ കുഞ്ഞിനെ രഹസ്യമായി കടത്താൻ ഗൂഢാലോചന നടത്തിയ ആളാണ് ഷിജു ഖാൻ എന്നുൾപ്പെടെ അനുപമ വിമർശനം ഉന്നയിച്ചിരുന്നു. പീഡനക്കേസിൽ റാപ്പർ വേടന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതി നടപടി. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്ന് ഹൈക്കോടതി ചോദിച്ചു. വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത പരാതിക്കാരിയോടായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം. ബന്ധത്തിൽ വിള്ളലുണ്ടാകുമ്പോഴൊക്കെ ബലാത്സംഗമായി കണക്കാക്കാനാവില്ല. തെളിവുകൾ പരിഗണിച്ച് മാത്രമേ തീരുമാനമെടുക്കാനാവൂ. ഇൻഫ്ലുവൻസർ ആണോ അല്ലയോ എന്നതല്ല, വ്യക്തി എന്നതാണ് പ്രശ്നം. വേടനെതിരെ മറ്റ് കേസുകളുണ്ടെങ്കിൽ സർക്കാർ അറിയിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. വിയൂർ ജയിലിൽ തടവുകാർ തമ്മിൽ ഏറ്റുമുട്ടി. ആലുവയിൽ 5 വയസ്സുകാരിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അസ്ഫാഖ് ആലത്തിനാണ് മർദ്ദനമേറ്റത്. സഹതടവുകാരനായ രഹിലാൽ രഘുവാണ് മർദ്ദിച്ചത്. കയ്യിലുണ്ടായിരുന്ന സ്പൂൺ ഉപയോഗിച്ച് തലയിലും മൂക്കിലും കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ആലുവയിൽ 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കുറ്റവാളി അസ്ഫാഖ് ആലത്തിന് കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടിയ ഭാഗം കണ്ടെത്താനുള്ള ജോലികൾ ഒരാഴ്ചയ്ക്ക് ശേഷം പുനരാരംഭിച്ചു. കാലാവസ്ഥ അനുകൂലമല്ലാതിരുന്നതും കരാർ ജോലിക്കാരുടെ മെല്ലെപ്പോക്കുമാണ് ജോലികൾ തടസ്സപ്പെടാൻ ഇടയാക്കിയത്. മഴയെ തുടർന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ജോലികൾ നിർത്തിവെച്ചത്. റോഡും നടപ്പുരയിലേക്കുള്ള കോൺക്രീറ്റും വെട്ടിപ്പൊളിച്ച് 1 മീറ്ററിലധികം താഴ്ചയിൽ കുഴിയെടുത്ത് പരിശോധന നടത്തിയെങ്കിലും പൊട്ടിയ ഭാഗം കണ്ടെത്താനായില്ല. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ജോലികൾ ബുധനാഴ്ചയും തുടരും. പമ്പിംഗ് നിർത്തിവെച്ചാണ് ജോലികൾ ചെയ്യുന്നത്. പമ്പിംഗ് ആരംഭിക്കുന്നതോടെ പടിഞ്ഞാറേ നടയിൽ കനത്ത വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. 3 മാസത്തോളമായിട്ടും ഇത് പരിഹരിക്കാനായിട്ടില്ല. 100 വർഷത്തോളം പഴക്കമുള്ള മൺപൈപ്പാണ് ഈ ഭാഗത്തുകൂടെ കടന്നുപോകുന്നത്. ഇത് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പതിവാണ്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് വെള്ളക്കെട്ട് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. 100 മീറ്ററോളം ദൂരത്തിൽ പടിഞ്ഞാറേ നടപ്പുരയിൽ സ്ഥാപിച്ചിട്ടുള്ള മൺപൈപ്പ് മാറ്റി പുതിയ തരം പൈപ്പ് സ്ഥാപിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വാട്ടർ അതോറിറ്റിയിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥർ ഇല്ലാത്തതും കരാർ ജോലിക്കാരുടെ മെല്ലെപ്പോക്കുമാണ് ചോർച്ച പരിഹരിക്കുന്നതിന് കാലതാമസം വരുത്തുന്നത്. 18 മാസമായി സർക്കാരിൽ നിന്ന് പണം ലഭിക്കാത്തതാണ് കരാറുകാരുടെ മെല്ലെപ്പോക്കിന് കാരണം. ഇടവേള. പൂരത്തിന്റെയും പുലിക്കളിയുടെയും നാടായ തൃശൂരിലെ ശക്തി തമ്പുരാന്റെ തട്ടകത്തിൽ ജോസ്കോ ഗോൾഡ് ടവർ തിളക്കമേറിയ പുതിയ രൂപത്തിൽ ഉദ്ഘാടനം ഓഗസ്റ്റ് 18-ന്. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. മണിക്കൂറുകൾ തോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ, ഗൃഹോപകരണങ്ങൾ തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ. ജോസ്കോ ജ്വല്ലേഴ്സ്, ഗോൾഡ് ടവർ, പാലസ് റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. ആഡിസയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആഡി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആഡി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. 1 ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. ചൊക്കന ഹാരിസൺ എസ്റ്റേറ്റിൽ മാനേജറുടെ ബംഗ്ലാവിന് നേരെ കാട്ടാനയുടെ ആക്രമണം. ബംഗ്ലാവിന്റെ അടുക്കളയുടെ ഗ്രില്ല് തകർത്ത സാധന സാമഗ്രികൾ തുമ്പിക്കൈകൊണ്ട് വലിച്ചു പുറത്തെത്തു. തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം. ഗ്യാസ് സിലിണ്ടർ, വ്യഞ്ജനങ്ങൾ തുടങ്ങിയവ ആന പുറത്തേക്ക് വലിച്ചിട്ടു. സംഭവ സമയത്ത് ബംഗ്ലാവിൽ ആളുണ്ടായിരുന്നില്ല. ഏതാനും ദിവസങ്ങളായി ചൊക്കന എസ്റ്റേറ്റിൽ കാട്ടാനക്കൂട്ടം വിഹരിക്കുന്നുണ്ടെന്ന് തൊഴിലാളികൾ പറഞ്ഞു. പാലപ്പിള്ളിയിൽ സ്കൂൾ വാഹനങ്ങൾ തടഞ്ഞ് കാട്ടാനക്കൂട്ടം. പിള്ളത്തോട് പാലത്തിന് സമീപത്താണ് കാട്ടാനക്കൂട്ടം റോഡിൽ ഇറങ്ങിയത്.
കന്നാറ്റുപാടത്തെയും വേലുപാടത്തെയും സ്കൂളിലെ കുട്ടികളെ കൊണ്ടുപോവുകയായിരുന്ന വാഹനങ്ങളാണ് കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽ അകപ്പെട്ടത്. 2 സംഘമായാണ് ആനക്കൂട്ടങ്ങൾ റോഡ് മുറിച്ചു കടന്നത്. 15ഓളം ആനകളാണ് റോഡ് മുറിച്ചു കടന്നത്. ഏറെ നേരം യാത്രക്കാരും വാഹനങ്ങളും മുന്നോട്ട് നീങ്ങാനാകാതെ നിൽക്കേണ്ടി വന്നു. 6ഓളം ആനകൾ കഴിഞ്ഞ ആഴ്ച മുതൽ മേഖലയിലുണ്ട്. തിങ്കളാഴ്ച മുതൽ പുതിയൊരു ആനക്കൂട്ടം പ്രദേശത്തെത്തി. കാട്ടാനകൾ നിരന്തരം റോഡിലിറങ്ങിയതോടെ തോട്ടം തൊഴിലാളികളും സ്കൂൾ കുട്ടികളും യാത്രക്കാരും ഭീതിയിലാണ്. കാട്ടാനക്കൂട്ടങ്ങളെ കാട്ടിലേക്ക് തിരിച്ചയക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മലയോര സംരക്ഷണ സമിതി പ്രസിഡന്റ് EA ഓമൻ ആവശ്യപ്പെട്ടു. 2 ടീമായിട്ട് തിരിഞ്ഞാണ് ഇന്ന് പിള്ളത്തോട് പാലം കാട്ടാനക്കൂട്ടങ്ങൾ ക്രോസ് ചെയ്തത്. ഈ സമയത്ത് സ്കൂൾ കുട്ടികൾ പോകുന്ന സമയമായിരുന്നു. ഇത് വളരെ വലിയ ഭീഷണി ഉണർത്തുകയാണ് ജനങ്ങളിൽ. അപ്പോൾ എത്രയും വേഗം ഈ വന്നെത്തിയ കാട്ടാനകളെ കാട്ടിലേക്ക് അയക്കാനുള്ള അടിയന്തര നടപടികൾ വനവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റ് ഭരണാധികാരികളും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം. ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം ഈ മേഖലയിൽ ട്രഞ്ചുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. നിരവധി നിവേദനങ്ങൾ ഇതിനു വേണ്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ട്രഞ്ച് സ്ഥാപിക്കാൻ പോയിട്ട് നിലവിലുള്ള സോളാർ വേലികൾ പോലും മെയിൻ്റനൻസ് ചെയ്യാൻ തയ്യാറാകി നിൽക്കുന്ന അവസ്ഥയാണ്. വളരെ വലിയ ശ്രദ്ധ ഇവിടെ ഈ വിഷയത്തിൽ പതിയേണ്ടതുണ്ട്. പുഴ കടന്നാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലെത്തുന്നത്. പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ തിരിച്ചു പോകാനാകാതെ ഏറെ നാളായി കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. TCV ന്യൂസ്, പുതുക്കാട്. വാഗ കാക്കാത്തുരുത്തിൽ 3 വയസ്സുകാരൻ കുളത്തിൽ വീണ് മരിച്ചു. ജാർഖണ്ഡ് സ്വദേശി ബഗൻ, ജയ് പ്രേമി എന്നിവരുടെ മകൻ ദീപേന്ദ്ര ബഗനാണ് മരിച്ചത്. പാവർട്ടി സ്വദേശിയുടെ കാക്കാത്തുരുത്തിലുള്ള ഫാമിൽ ജോലി ചെയ്യുകയും അവിടെ തന്നെ താമസിച്ചു വരികയുമായിരുന്നു ജാർഖണ്ഡ് സ്വദേശികളായ ഈ കുടുംബം. ഫാം ഹൗസിനോട് ചേർന്നുള്ള കുളത്തിനരികിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടി കാൽ വഴുതി കുളത്തിൽ വീഴുകയായിരുന്നു. അമ്മയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ സമീപവാസികളാണ് കുട്ടിയെ കുളത്തിൽ നിന്ന് പുറത്തെടുത്തത്. പ്രഥമ ശുശ്രൂഷ നൽകി ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നാടൻ ആനച്ചന്തത്തിലെ ഏറ്റവും നല്ല ആനയായിരുന്നു കൊമ്പൻ ഈരാറ്റുപേട്ട അയ്യപ്പൻ ചരിഞ്ഞു. പാല ഈരാറ്റുപേട്ടയിൽ ആനത്തറയിൽ വെച്ചാണ് ആന ചരിഞ്ഞത്. 3 ദിവസം മുൻപ് ആന കുഴഞ്ഞു വീണിരുന്നു. തുടർന്ന് ചികിത്സയിലായിരുന്നു. 55 വയസ്സ് പ്രായമായിരുന്നു. കോടനാട് ആനകേന്ദ്രത്തിൽ നിന്നും അവസാനമായി പൊതുലേലത്തിലെടുത്ത നാടൻ ആനയാണ് ഇത്. ജില്ലയിലെ എല്ലാ പ്രധാന ഉത്സവങ്ങളിലും ആനക്കമ്പക്കാർ ഏറെ ആവേശത്തോടെ കൊണ്ടുവരാറുള്ള ആനയായിരുന്നു ഈരാറ്റുപേട്ട അയ്യപ്പൻ. ബിനി ടൂറിസ്റ്റ് ഹോമിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയ 6 BJP കൗൺസിലർമാർക്ക് 5 ലക്ഷം രൂപ പിഴ ചുമത്തിയതായി ബിനി ടൂറിസ്റ്റ് ഹോം ഡയറക്ടർമാർ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൗൺസിലർമാരായ വിനോദ് പൊള്ളാഞ്ചേരി, പൂർണിമ സുരേഷ്, V ആതിര, MV രാധിക, KG നിജി, N പ്രസാദ് എന്നിവരാണ് ഹർജി നൽകിയത്. ടൂറിസ്റ്റ് ഹോമിനെതിരെ ഹർജി സമർപ്പിച്ച K പ്രമോദ് എന്ന അഭിഭാഷകനും ഡിവിഷൻ ബെഞ്ചിലെ അമിത് റാവൽ, P ബാലകൃഷ്ണൻ എന്നിവർ 5 ലക്ഷം രൂപ പിഴ ചുമത്തിയതായി ബിനി ഡയറക്ടർമാരായ PS ജനീഷ്, സിജോ ഡേവിസ്, റെജി ജോയ് എന്നിവർ പറഞ്ഞു. 1 മാസത്തിനുള്ളിൽ പിഴയടയ്ക്കാനാണ് വിധി. തൃശൂർ കോർപ്പറേഷന് കീഴിലുള്ള ബിനി ടൂറിസ്റ്റ് ഹോമിലേക്ക് വൈദ്യുതി ഉൾപ്പെടെ മതിയായ സൗകര്യങ്ങൾ നൽകാതെ കോർപ്പറേഷൻ ദ്രോഹിക്കുകയാണെന്നും റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നീങ്ങുകയാണെന്നും വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. മുകുന്ദപുരം താലൂക്ക് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് നാഥനില്ലാതായിട്ട് 9 മാസം. നേരത്തെ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് രജിസ്ട്രാർ ജോലിക്കയറ്റം കിട്ടിപ്പോയതോടെ വന്ന ഒഴിവ് ഇതുവരെയും നികത്തിയിട്ടില്ല. ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ താലൂക്ക് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് 2024 ഒക്ടോബർ മുതൽ നാഥനില്ല. ഇതിനിടയിൽ ഒരാളെ സർക്കാർ നിയമിച്ചെങ്കിലും 1 മാസത്തിനകം അദ്ദേഹം സ്ഥലം മാറ്റം വാങ്ങിപ്പോയി. അമിത ജോലിഭാരവും വിവിധ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് ഏജൻസികൾ നടത്തുന്ന അന്വേഷണങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്നതും ഇവിടേക്ക് വരുന്നതിൽ നിന്നും അസിസ്റ്റന്റ് രജിസ്ട്രാർമാരെ പിന്തിരിപ്പിക്കുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക്, ഇരിങ്ങാലക്കുട ITU ബാങ്ക് അടക്കം നിരവധി വിഷയങ്ങൾ ഇപ്പോഴും ജനമധ്യത്തിൽ സജീവമായി നിൽക്കുകയാണ്. 197 സംഘങ്ങളാണ് സഹകരണ രജിസ്ട്രാർ ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്നത്. ഈ സംഘങ്ങളുടെയെല്ലാം ഭരണം നടത്തേണ്ടതിന്റെ പൂർണ്ണ ചുമതല മുകുന്ദപുരം താലൂക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർക്കാണ്. സ്ഥിരം AR ഇല്ലാതായതോടെ റിസ്ക് ഫണ്ടിന്റെയും മറ്റും അപേക്ഷകളിൽ നടപടികൾ വൈകുകയാണെന്ന ആക്ഷേപമുണ്ട്. അതിനാൽ എത്രയും വേഗം നിയമനം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്നാണ് സഹകരണ സംഘങ്ങളുടെ ആവശ്യം. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ തലയ്ക്കടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് മൊഴി നൽകി. തൃശൂർ ACP ഓഫീസിലെത്തിയാണ് മൊഴി നൽകിയത്. BJPയുടെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. കഴിഞ്ഞ 12-ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് CPM നടത്തിയ മാർച്ചിനിടെ ഓഫീസിന് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ചാണ് BJP CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ചിനിടെ പോലീസ് ഉദ്യോഗസ്ഥൻ ജസ്റ്റിൻ ജേക്കബിന്റെ തലയ്ക്ക് ലാത്തികൊണ്ട് അടിക്കുകയായിരുന്നു.
ഓട്ടുപാറയിൽ ട്രാൻസ്ഫോർമർ മാറ്റുന്നതിനിടെ KSEB കരാർ ജീവനക്കാരന് ഷോക്കേറ്റു. വടക്കാഞ്ചേരി കുടുംബ സ്വദേശി പ്രസാദിനാണ് ഷോക്കേറ്റത്. പ്രസാദിനെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാന നിർമ്മാണത്തിന് തടസ്സമായി നിന്നിരുന്ന ട്രാൻസ്ഫോർമർ മാറ്റുന്നതിനിടെയാണ് ഷോക്കേറ്റത്. വൈദ്യുതി ലൈനിൽ തൂങ്ങിക്കിടന്ന പ്രസാദിനെ റോപ്പ് ഉപയോഗിച്ചാണ് താഴെയിറക്കിയത്. പഴയന്നൂർ കല്ലേപ്പാടം കെയർ ഹോമിലെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിൽ അധികൃതർ അലംഭാവം കാണിക്കുന്നതായി ആരോപണം. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കെയർ ഹോം നിവാസികൾ. 2021 ഡിസംബർ മാസം 6-നായിരുന്നു കല്ലേപ്പാടം കെയർ ഹോമിന്റെ ഉദ്ഘാടനം. അന്ന് 10 ബ്ലോക്കുകളിലായി 40 വീടുകളാണ് വിവിധ കുടുംബങ്ങൾക്കായി കൈമാറിയത്. ഇപ്പോൾ ഇത് 30 കുടുംബങ്ങളായി ചുരുങ്ങി. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പഞ്ചായത്ത് അലംഭാവം കാണിക്കുന്നുവെന്നാണ് അന്തേവാസികളുടെ ആരോപണം. കെട്ടിടങ്ങളുടെ ചോർച്ച, ജനൽവാതിൽ എന്നിവ ചിതലരിച്ച നാശമാകൽ, തെരുവ് വിളക്കുകളുടെ അഭാവം, ഇഴജന്തുക്കളുടെ ശല്യം, കുടിവെള്ള പ്രശ്നം തുടങ്ങിയ വിഷയങ്ങൾ കെയർ ഹോം റെസിഡൻസ് അസോസിയേഷൻ ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ മെയിൻ ഗേറ്റ് പൊട്ടിക്കെടുക്കാണ്, ലൈറ്റിൽ കത്തുന്നില്ല, കാനകളില്ല. അത്രയും ദുരിതത്തിലായിട്ടുള്ള അവസ്ഥയിലാണ് ഇവിടുത്തെ നിവാസികൾ ജീവിക്കുന്നത്. കിണറത്തെ വെള്ളം കോരാൻ പറ്റാത്ത അവസ്ഥയാണ്. സമീപ പ്രദേശത്ത് കംപ്ലീറ്റ് വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഒരു പരിപാടിയും ഒന്ന് കാണാനോ ഒന്ന് നോക്കാനോ ഒരു ഉത്തരവാദപ്പെട്ട അധികാരം ഇതുവരെ വന്നിട്ടില്ല. പരാതി കൊടുത്താൽ വന്ന് അന്വേഷിക്കണ്ടേ? അവിടുന്ന് ഫോൺ ചെയ്ത് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കാര്യമില്ലല്ലോ. നേരിൽ വന്ന് കാണേണ്ട കാര്യം നേരിൽ വന്ന് കാണണ്ടേ? കെയർ ഹോമിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് TCV മുൻപ് വാർത്ത നൽകിയിരുന്നു. വാർത്തയെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അംഗവും എഞ്ചിനീയറും കെയർ ഹോമിലെത്തി സാഹചര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. എന്നാൽ ശാശ്വത പരിഹാരം ഇപ്പോഴും അകലെയാണ്. TCV ന്യൂസ്, ചേലക്കര. കൊടുങ്ങല്ലൂർ അഴീക്കോട് മത്സ്യബന്ധന വള്ളം മറിഞ്ഞു. അപകടത്തിൽപ്പെട്ട തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. ജീലാനി എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. വള്ളത്തിലുണ്ടായിരുന്ന മുനയ്ക്കൽ സ്വദേശികളായ നസീർ, ഷാഫി എന്നിവരെ രക്ഷപ്പെടുത്തി. തീരദേശ പോലീസും ഫിഷറീസ് റെസ്ക്യൂ സംഘവും മത്സ്യത്തൊഴിലാളികളും ചേർന്നാണ് ഇരുവരെയും രക്ഷപ്പെടുത്തിയത്. ചാലക്കുടിയിലെ ഹോർട്ടികോർപ്പ് ഹരിത സൂപ്പർ മാർക്കറ്റിൽ റംബൂട്ടാൻ കച്ചവടം തകൃതി. മൂവാറ്റുപുഴയിൽ നിന്ന് സംഭരിച്ച റംബൂട്ടാൻ കിലോയ്ക്ക് 150 രൂപയ്ക്കാണ് വിൽക്കുന്നത്. മൂവാറ്റുപുഴയിലെ തോട്ടങ്ങളിൽ നിന്ന് ഹോർട്ടികോർപ്പിന്റെ തൃശൂർ ജില്ലാ സംഭരണ കേന്ദ്രം 1 ടൺ റംബൂട്ടാനാണ് എത്തിച്ചിട്ടുള്ളത്. വിലക്കുറവിൽ മികച്ച റംബൂട്ടാൻ കിട്ടിയതോടെ ധാരാളം ആളുകൾ വാങ്ങാനെത്തുന്നുണ്ട്. 1 ടണ്ണോളം റംബൂട്ടാൻ തൃശൂർ ജില്ലയിലേക്ക് വന്നു. അതിന്റെ ഒരു വിഹിതം ചാലക്കുടിയിലേക്കും കിട്ടി. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഇപ്പോൾ റംബൂട്ടാൻ വാങ്ങിച്ചു കഴിഞ്ഞു. വളരെ രുചിയുള്ള റംബൂട്ടാനോട് എത്തിക്കുന്നുണ്ട്. നമ്മുടെ സമീപ പ്രദേശത്തൊക്കെ ചില്ലറ വിൽപ്പന 150-200 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വളരെ സബ്സിഡിയോട് തന്നെ 150 രൂപയിലാണ് ഇപ്പൊ ഇന്നിവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത്. പരിയാരമാണ് റംബൂട്ടാൻ കൃഷിയുടെ ഈറ്റില്ലം. മലേഷ്യൻ വിഭാഗത്തിലെ ചുവന്നു തുടുത്തതും വലിപ്പമേറിയതുമായ ഇനങ്ങളാണ് ഇവിടെ വ്യാപകമായി കൃഷി ചെയ്യുന്നത്. അതിരപ്പള്ളിയിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കും വിധം വലിയ കച്ചവടം നടക്കുന്നുണ്ട്. ഇതിപ്പോൾ 6 വലിപ്പമുള്ള ക്വാണ്ടിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. 150 രൂപ എന്ന് പറഞ്ഞാൽ ലാഭകരം തന്നെയാണ്. കാരണം ഇത്ര വില കുറവില്ല. ഇപ്പൊ 160, 170, 150 പരിഹാരത്ത് ഒരു വീടുകളിൽ കൊടുക്കണം. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിലും പരിയാരത്ത് ഇവയുടെ വിൽപ്പനയ്ക്ക് കുറവില്ല. എങ്കിലും അവിടെ വിലയിൽ വലിയ വ്യത്യാസമില്ലാത്തതിനാൽ തെക്കൻ ജില്ലയിൽ നിന്നെത്തിയ പുതിയ അതിഥിക്ക് ആവശ്യക്കാർ ഉണ്ടാകുമെന്ന ഉറപ്പാണ്. TCV ന്യൂസ്, ചാലക്കുടി. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ ഫോട്ടോഗ്രാഫി എക്സിബിഷന് തുടക്കം കുറിച്ചു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് മീഡിയ സ്റ്റഡീസ് ആണ് സംഘാടകർ. കോളേജ് പ്രിൻസിപ്പാൾ ഫാദർ KM മാർട്ടിൻ ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റിവലിൽ ഫോട്ടോഗ്രാഫി മത്സരം, റീൽസ് കോമ്പറ്റീഷൻ, ഫേസ് പെയിന്റിംഗ്, ട്രഷർ ഹണ്ട് എന്നിവ നടത്തും. മീഡിയ സ്റ്റഡീസ് ഡയറക്ടർ ഫാദർ ഫിജോ ജോസഫ് ആലപ്പാടൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ ഫെബിൻ ബേബി, എക്സിക്യൂട്ടീവ് മാനേജർ ഫാദർ ബിജു പാണേങ്ങാടൻ, ഫാദർ ഫ്ലർജിൻ ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. അന്താരാഷ്ട്ര ഫോട്ടോഗ്രാഫി ദിനം തൃശൂർ പ്രസ് ക്ലബ്ബിൽ ആഘോഷിച്ചു. മുതിർന്ന ഫോട്ടോഗ്രാഫർമാരായ ഉണ്ണി കോട്ടയ്ക്കൽ, പ്രദീപ് കുമാർ എന്നിവർ ചേർന്ന് ക്യാമറയുടെ മാതൃകയിൽ തയ്യാറാക്കിയ കേക്ക് മുറിച്ച് സഹപ്രവർത്തകർക്ക് നൽകി സന്തോഷം പങ്കിട്ടു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് MB ബാബു, സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ എന്നിവർ നേതൃത്വം നൽകി. ചിമ്മിനി ഡാമിന്റെ പ്രധാന ഷട്ടറുകൾ തുറന്നു. നീരൊഴുക്ക് ശക്തമായ സാഹചര്യത്തിൽ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായാണ് തുറന്നത്. 4 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിരിക്കുന്നത്. ഇതിലൂടെ 14.08 ഘനമീറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. ഇതോടൊപ്പം സ്ലൂയിസ് വാൽവ് വഴിയും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. കനത്ത മഴയിൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ ഒന്നിച്ച് വെള്ളം തുറന്നുവിടുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് പ്രധാന ഷട്ടറുകൾ തുറന്നത്.
ചിമ്മിനി ഡാമിന്റെ പ്രധാന ജലവിതരണ മാർഗമായ കുറുമാലിപ്പുഴയിൽ ജലനിരപ്പ് 5 മുതൽ 8 സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ കുറുമാലി കരുവന്നൂർ പുഴകളുടെ തീരത്തുള്ളവരോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. ചൊവ്വാഴ്ച രാവിലെ 8-ന് 72.95 മീറ്ററാണ് ചിമ്മിനിയിലെ ജലനിരപ്പ്. ഇതുവരെ ഡാമിൽ സംഭരിച്ചിരിക്കുന്നത് 124.75 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ്. ഇത് ഡാമിന്റെ മൊത്തം സംഭരണ ശേഷിയുടെ 72% വരും. 76.7 മീറ്ററാണ് ചിമ്മിനിയുടെ പരമാവധി ജലനിരപ്പ്. TCV ന്യൂസ്, പുതുക്കാട്. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന പോസ്റ്ററിൽ സവർക്കറുടെ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട് തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ പ്രതിഷേധിക്കാനെത്തിയ KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അക്ഷയ് വെള്ളക്കാട്, ജില്ലാ കമ്മിറ്റി അംഗം ഷിയാസ് ചിറ്റട എന്നിവരെയാണ് വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. പ്രവർത്തകർ കൊണ്ടുവന്ന കോലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രവർത്തകരെ ആവേശത്തിലാക്കി ഗോപുരത്തിങ്കൽ പാണ്ടിമേളം. ക്ഷേത്രവാദ്യ കലാകാരന്മാരുടെ കൂട്ടായ്മയായ കൊടകര മേളകലാ സംഗീത സമിതിയുടെ 15ാം വാർഷികത്തോടനുബന്ധിച്ചാണ് മേളം അരങ്ങേറിയത്. ത്രിപുടവട്ടങ്ങളാൽ ആസ്വാദകരെ കോരിത്തെരിപ്പിച്ചുകൊണ്ടാണ് അക്ഷരകാലങ്ങൾ അഴകൊരുക്കിയ പാണ്ടിമേളം കൊട്ടിക്കയറിയത്. ചെമ്പടയുടെ ആമുഖമില്ലാതെ നേരിട്ട് പാണ്ടിമേളം കൊലുമ്പിയായിരുന്നു രൗദ്രപാണ്ടിയുടെ ആരംഭം. പൂനിലാർക്കാവ് ക്ഷേത്ര ഗോപുരത്തിനു മുന്നിൽ മറ്റൊരു മേളഗോപുരം തീർക്കുകയായിരുന്നു കലാകാരന്മാർ. തിരുവല്ല രാധാകൃഷ്ണനായിരുന്നു മേളത്തിന്റെ അമരക്കാരൻ. കീഴൂട്ട് നന്ദനന്റെ നേതൃത്വത്തിലുള്ള സംഘം കുറുങ്കുഴലിൽ സംഗീതമൊരുക്കി. കണ്ണമ്പത്തൂർ വേണുഗോപാൽ, പോറാത്ത് ഉണ്ണിമാരാർ, കൊടകര അനീഷ് തുടങ്ങിയവർ വലന്തലയിൽ താളമിട്ടു. മുതിർന്ന ഇലത്താള പ്രമാണി കുമ്മത്ത് നന്ദനൻ, കീനൂർ ഉണ്ണിക്കുട്ടൻ, അനിൽ വാര്യർ എന്നിവർ ഇലത്താള നിരയിലും നിരന്നു. പാണ്ടിമേളത്തിനു ശേഷം ത്രിപുടയും പഞ്ചാരിയുടെ 5ാം കാലവും അവതരിപ്പിച്ചാണ് തീരുകൊട്ടി മേളം കലാശിച്ചത്. മേളത്തിൽ പങ്കെടുത്ത പ്രമാണിമാരെ മേള കലാ സംഗീത സമിതി ഭാരവാഹികൾ പൊന്നാട അണിയിച്ച് ആദരിച്ചു. TCV ന്യൂസ്, കൊടകര. ട്രഷർ ട്രീ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡിന്റെ ഓണാഘോഷം 2025 തൃപ്രയാർ ഡ്രീം ലാൻഡ് ഹോട്ടലിൽ വിപുലമായി ആഘോഷിച്ചു. മാനേജിംഗ് ഡയറക്ടേഴ്സും കസ്റ്റമേഴ്സും ഇൻവെസ്റ്റർമാരും ജീവനക്കാരും കുടുംബാംഗങ്ങളും പങ്കെടുത്ത ഓണാഘോഷ ചടങ്ങിൽ സെയിൽസ് ഹെഡ് ദിവ്യ എസ് നായർ സ്വാഗതം പറഞ്ഞു. മാനേജിംഗ് ഡയറക്ടർ പ്രശാന്ത് പ്രതാപൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇയർ ബാലൻസിംഗ് ചികിത്സയിൽ പ്രശസ്തനായ ഡോക്ടർ രവി മുഖ്യാതിഥിയായിരുന്നു. ഡയറക്ടർമാരായ കാർത്തികേയൻ CK, അനുരാജ്, സുജിത് PC, പ്രമോട്ടർമാരായ ശിവകുമാർ M, പ്രസന്നൻ IR, രാജേന്ദ്രൻ, സീനിയർ AGM സോമരാജ പണിക്കർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ കൃഷ്ണ കലേഷ് എന്നിവരും കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സും സംസാരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും ഓണസദ്യയും നടന്നു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. TCVയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവെക്കുന്നു TCV ചാനലിലൂടെ. TCV ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCVയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവെക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCV ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCV പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവെക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCVയിലൂടെ ആസ്വദിക്കാം
ഈ ഓണം കളറാക്കാം TCVക്കൊപ്പം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. അയ്യന്തോൾ സെയിന്റ് മേരീസ് അസംഷൻ പള്ളിയുടെ പുനരുദ്ധാരണ നിർമ്മാണ ഫണ്ടിലേക്കുള്ള ലേലത്തിൽ ചെങ്ങാലിക്കോടൻ വാഴക്കുല ലേലത്തിൽ പോയത് 5,83,000 രൂപയ്ക്ക്. അയ്യന്തോൾ ഇടവകാംഗം മാളിയമ്മാവ് ജോസ് വിൻസെന്റാണ് കായക്കുല സ്പോൺസർ ചെയ്തത്. വാശിയേറിയ കൂട്ടലേലത്തിന് വികാരി ഫാദർ വർഗീസ് എടക്കളത്തൂർ നേതൃത്വം നൽകി. തിരുവല്ലുവാമലയിലെ ലക്ഷ്മി ബഡ്സ് സ്കൂളിനെ കൈത്താങ്ങുമായി സംരംഭകൻ നൌഫൽ ആനമല. TCV വാർത്തയെ തുടർന്നാണ് തിരുവല്ലുവാമലയിലെ യുവസംരംഭകനായ നൌഫൽ ആനമല TV എത്തിച്ചു നൽകിയത്. തിരുവല്ലുവാമല ബഡ്സ് സ്കൂൾ അധ്യാപികയും പഞ്ചായത്ത് അധികൃതരും TCVക്കും TCV റിപ്പോർട്ടർ രാജു വെട്ടുകാടനും സംരംഭകൻ നൌഫൽ ആനമലയ്ക്കും നന്ദി രേഖപ്പെടുത്തി. ഞങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി TV സ്പോൺസർ ചെയ്ത ആനമല നൌഫലിക്കും അതുപോലെ തന്നെ അതിന് സഹായിച്ച TCV ചാനലിനും TCV ചാനലിലെ റിപ്പോർട്ടർ രാജു വെട്ടുകാരനും പഞ്ചായത്ത് ഭരണസമിതിക്കും ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നിക്ഷേപ സംഖ്യ തിരികെ നൽകാതിരുന്നതിനെ ചോദ്യം ചെയ്ത് ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരന് അനുകൂല വിധി. വാടാനപ്പള്ളി സ്വദേശി കണ്ടംചക്കി വീട്ടിൽ ജയമോഹൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് തൃശൂർ കൊക്കാലയിലെ മലബാർ വികാസ് നിധി ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർക്കെതിരെ ഉപഭോക്തൃ കോടതി വിധിയായത്. ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ 1925 നടത്തിയ കൂടിക്കാഴ്ച ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഉള്ളടക്കത്തിൽ വലിയ മാറ്റങ്ങൾ ഉളവാക്കിയെന്ന് എഴുത്തുകാരൻ സുനിൽ P. ഇളയിടം അഭിപ്രായപ്പെട്ടു. ജാതി മനുഷ്യ പ്രകൃതത്തിന്റെ സ്വാഭാവിക വിഭജനമാണ് എന്നതിൽ നിന്ന് ജാതി പോകേണ്ടതാണ് എന്ന നിലയിലേക്ക് ഗാന്ധിജിയെ വഴിതിരിച്ചുവിടുന്നതിന്റെ പ്രാരംഭ പ്രേരണ ഗുരുവിന്റേതാണെന്നും അദ്ദേഹം പറഞ്ഞു. സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ നടന്നുവരുന്ന സാർവദേശീയ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി ഗാന്ധി ഗുരു സമൂഹം എന്ന വിഷയത്തിൽ പ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു സുനിൽ P. ഇളയിടം. മാത്രം മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു നിലയിലാണ് മുമ്പോട്ട് പോയിരുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി സ്വാതന്ത്ര്യമെന്ന് പറയുന്നതിന് ഭിന്ന പ്രതലങ്ങളുണ്ടെന്നും സാമൂഹിക സ്വാതന്ത്ര്യമില്ലാതെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇന്ത്യയിൽ അർത്ഥപൂർണമാകില്ല എന്നുമുള്ള തിരിച്ചറിവിലേക്ക് ദേശീയ പ്രസ്ഥാനത്തെ വഴിതിരിച്ചു വിടുന്നതിലും 30കൾ മുതൽ ഐത്തോച്ചാടനം ഗാന്ധിയുടെ നേതൃത്വത്തിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യമായ ഒരാശയം. ചാവക്കാട് നഗരത്തിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നു. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. കഴിഞ്ഞ ദിവസം ടോറസ് ലോറിയും സൈക്കിളും കൂട്ടിയിടിച്ച് ഗൃഹനാഥൻ മരണപ്പെട്ടിരുന്നു. കൂടാതെ നിരവധി അപകടങ്ങളും ഇവിടെയുണ്ടായി. പലർക്കും അപകടത്തിൽ ഗുരുതര പരിക്ക് സംഭവിച്ചു. ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലായി അപകടത്തിൽപ്പെടുന്നത്. അടിക്കടി അപകടങ്ങളുണ്ടായിട്ടും അധികാരികൾ കാര്യമായ രീതിയിൽ ഇടപെടൽ നടത്തുന്നില്ലെന്ന് പൊതുപ്രവർത്തകനായ ഫിറോസ് P. തൈപ്പറമ്പിൽ പറഞ്ഞു. ചാവക്കാട് പട്ടണത്തിൽ ഇതുപോലെയുള്ള അപകടങ്ങളും അപകട മരണങ്ങളും തുടർക്കഥയാവുകയാണ്. നമ്മൾ പ്രതിഷേധം ഉയർത്തുകയും ഒക്കെ ചെയ്തപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ പറഞ്ഞത് ട്രാഫിക്കുമായി ബന്ധപ്പെട്ട അതോറിറ്റി യോഗം ചേർന്ന് വിലയിരുത്തി നടപടികൾ സ്വീകരിക്കുമെന്നാണ്. അവരൊക്കെ യോഗം ചേരുക, വിലയിരുത്തുക എന്നതിനപ്പുറത്ത് ഒരു നടപടിയിലേക്കും കടന്നില്ല എന്നുള്ളത് വളരെ പ്രതിഷേധാർഹമാണ്. ഇതുപോലെയുള്ള അപകടങ്ങൾ ഇനിയും ഉണ്ടാവാം. അതൊക്കെ ഞങ്ങളെപ്പോലെയുള്ളവരെ ആശങ്കപ്പെടുത്തുകയാണ്. ചാവക്കാട് ചേറ്റുവ റോഡിൽ നിന്ന് പൊന്നാനി ഭാഗത്തേക്ക് തിരിയുന്ന ഭാഗത്താണ് അപകടം കൂടുതൽ നടക്കുന്നത്. നഗരത്തിൽ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും ഇതുമൂലം അപകടങ്ങൾ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. വർഷങ്ങൾക്ക് മുൻപ് ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചുവെങ്കിലും പിന്നീട് ഇത് ഉപേക്ഷിച്ചു. നേരത്തെ ഗതാഗതം നിയന്ത്രിക്കാൻ ഹോംഗാർഡിനെ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇവിടെ ആരും തന്നെയില്ല. അപകടത്തിൽ യുവാവ് മരണപ്പെട്ട സമയത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നിരുന്നുവെങ്കിലും പിന്നീട് യാതൊരു നടപടിയും ഉണ്ടായില്ല. TCV ന്യൂസ്, ചാവക്കാട്. എടക്കഴിയൂരിൽ സാധനങ്ങൾ വാങ്ങിക്കുവാൻ എന്ന വ്യാജേന കടയിൽ എത്തി 33,000 രൂപ കവർന്നു.
പോത്തേഴത്ത് ഷിജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള പലചരക്ക് കടയിലാണ് മോഷണം നടന്നത്. ബൈക്കിൽ എത്തിയ യുവാവ് ആദ്യം കവർ ആവശ്യപ്പെടുകയും പിന്നീട് ചില്ലറ ആവശ്യപ്പെട്ട് കടയുടെ ഉള്ളിൽ കയറി സാധനങ്ങൾ വാങ്ങിക്കുവാൻ വെച്ചിരുന്ന പണം കവരുകയുമായിരുന്നു. ഈ സമയം കടയിലെ ജീവനക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് സമീപത്തെ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മോഷണം നടത്തിയ ആളുടെ ദൃശ്യം ലഭിച്ചത്. ചാവക്കാട് പോലീസിൽ പരാതി നൽകി. ചാലക്കുടി പുഴയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. അവിട്ടത്തൂർ സ്വദേശി തച്ചുപറമ്പൻ വീട്ടിൽ 54 വയസ്സുള്ള വർഗീസാണ് മരിച്ചത്. പുഴയിലൂടെ മൃതദേഹം ഒഴുകിപ്പോകുന്ന വിവരമറിഞ്ഞ് ചാലക്കുടി അഗ്നിശമന സേനാ വിഭാഗം എത്തി കരയ്ക്ക് കയറ്റുകയായിരുന്നു. ചാലക്കുടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഇനി വാണിജ്യം. ഗ്രിനോറ ഹോം കെയറിന്റെ ഡിഷ് വാഷ് ലിക്വിഡുകൾ വിപണിയിലെത്തിച്ച് TBR ട്രേഡിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. അന്താരാഷ്ട്ര ഗുണനിലവാര മാനദണ്ഡങ്ങൾക്കനുസൃതമായി മെച്ചപ്പെടുത്തിയ മികച്ച ഫോർമുലയിൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയിൽ തയ്യാറാക്കിയ ആന്റി ബാക്ടീരിയൽ ഡിഷ് വാഷ് ലിക്വിഡുകളാണ് ഗ്രിനോറയുടേത്. ബ്രൂണൈ, ദാറുസലാം, സിംഗപ്പൂർ, മലേഷ്യ എന്നിവിടങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഗ്രിനോറ ഡിഷ് വാഷിന്റെ ലെമൺ, നീം, ചാർക്കോൾ എന്നീ 3 ഫ്ലേവറുകളിലുള്ള ലിക്വിഡുകളാണ് പുതിയതായി വിപണിയിലെത്തുന്നത്. ഡിസ്ട്രിബ്യൂഷൻ രംഗത്തെ പ്രമുഖരായ തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന TBR ട്രേഡിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഗ്രിനോറ ഡിഷ് വാഷുകൾ കേരളത്തിലെ വിപണിയിലെത്തിക്കുന്നത്. പൂങ്കുന്നം ഹരിത സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ഗ്രിനോറ ഡിഷ് വാഷ് ലിക്വിഡുകളുടെ വിപണി ലോഞ്ചിംഗ് നടന്നു. TBR ട്രേഡിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് CEO രവി ഭാസ്കരന്റെയും MD രാജ് ഭാസ്കരന്റെയും പിതാവ് ഭാസ്കരൻ തുരുത്തിയിൽ TBR ട്രേഡിംഗ്സ് ഡയറക്ടർ മനോജ് ചന്ദ്രബോസിന്റെ പിതാവ് ചന്ദ്രബോസ് എന്നിവർ ചേർന്ന് പ്രോഡക്റ്റ് ലോഞ്ചിംഗ് നിർവഹിച്ചു. ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഹനീഫ, TBR ട്രേഡിംഗ്സ് അഡീഷണൽ ഡയറക്ടർ പൊന്നപ്പൻ, പർച്ചേസിംഗ് ആൻഡ് അഡ്മിൻ റിജോയ് കെ പോൾസൺ, ജീവനക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഡിഷ് വാഷ് ലിക്വിഡിന് പുറമെ ഗ്രിനോറയുടെ ഡിറ്റർജന്റ് പൗഡർ, ഡിറ്റർജന്റ് ലിക്വിഡ്, ഹാൻഡ് വാഷ്, ഫ്ലോർ ക്ലീനർ, സാനിറ്റൈസർ ഉൾപ്പെടെയുള്ള എല്ലാ ഹോം കെയർ ഉൽപ്പന്നങ്ങളും ഉടൻ കേരളത്തിലെ വിപണിയിലെത്തിക്കും. നിലവിൽ പുറത്തിറക്കിയ 3 ഫ്ലേവറുകളിലുള്ള ഗ്രിനോറ ഡിഷ് വാഷ് ലിക്വിഡുകളും സൂപ്പർ മാർക്കറ്റുകളിൽ ഉൾപ്പെടെ കേരളത്തിൽ എല്ലായിടത്തും ഉടൻ ലഭ്യമാകും. കൂടാതെ ഇന്ത്യയിലും മറ്റ് ലോകരാജ്യങ്ങളിലേക്കുമുള്ള എക്സ്പോർട്ടിംഗ് സേവനവും TBR ട്രേഡിംഗ്സ് ലഭ്യമാക്കുന്നു. വിവരങ്ങൾക്ക് 7999448499. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9235 രൂപ, പവന് 73,880 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. KSFE ഈ നാടിന്റെ ധൈര്യം. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് തടഞ്ഞതിനെതിരെ ദേശീയപാത അതോറിറ്റി നൽകിയ അപ്പീൽ സുപ്രീംകോടതി തള്ളി. കുഴികളിലൂടെ സഞ്ചരിക്കാൻ പൗരന്മാർ കൂടുതൽ തുക നൽകേണ്ടതില്ലെന്ന് കോടതി. സുപ്രീംകോടതി വിധി ജനങ്ങളോടൊപ്പമുള്ള വിധിയെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. പാലിയേക്കര ടോൾ പ്ലാസ കേസിൽ സംസ്ഥാന സർക്കാരിന്റേത് വഞ്ചനാപരമായ നിലപാടാണെന്ന് ഹർജിക്കാരൻ അഡ്വക്കേറ്റ് ഷാജി കോടങ്ങണ്ടത്ത്. വിവാദങ്ങളെ തുടർന്ന് അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ നിന്ന് DYFI നേതാവ് ഷിജു ഖാൻ പങ്കെടുക്കുന്ന ചർച്ചാ സെഷൻ റദ്ദാക്കി. സാഹിത്യോത്സവത്തിൽ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ താൽപര്യമില്ലാത്തതുകൊണ്ടാണ് ചർച്ച റദ്ദാക്കിയതെന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ. പീഡനക്കേസിൽ റാപ്പർ വേടന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതി നടപടി. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്ന് ഹൈക്കോടതി. വിയ്യൂർ ജയിലിൽ തടവുകാർ ഏറ്റുമുട്ടി. ആലുവയിൽ 5 വയസ്സുകാരിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അസ്ഫാഖ് ആലത്തിന് മർദ്ദനമേറ്റു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടിയ ഭാഗം കണ്ടെത്തുവാനുള്ള പ്രവൃത്തികൾ ഒരാഴ്ചയ്ക്ക് ശേഷം പുനരാരംഭിച്ചു. 1 മീറ്ററിലധികം താഴ്ചയിൽ കുഴിയെടുത്ത് പരിശോധന നടത്തിയെങ്കിലും പൊട്ടിയ ഭാഗം കണ്ടെത്താനായില്ല.
ചൊക്കന എസ്റ്റേറ്റിൽ കാട്ടാന ശല്യം രൂക്ഷം. ഹാരിസൺ എസ്റ്റേറ്റ് മാനേജറുടെ ബംഗ്ലാവിന് നേരെ കാട്ടാന ആക്രമണം. പാലപ്പള്ളിയിൽ സ്കൂൾ വാഹനങ്ങൾ തടഞ്ഞ് കാട്ടാനക്കൂട്ടം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.